ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി പാർട്ടാണിത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ കളറിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കളർ ചെയ്യാനായിട്ട് കുറേ ഇങ്ങനെ പിക്ചർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്തിട്ട് ഇങ്ങനെ ഒരു കൗതുകമല്ലേ, അപ്പോൾ ഇങ്ങനെ കളറൊക്കെ ചെയ്തു. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് എൻജോയ് ചെയ്തു. ഒരു റെസ്റ്റ് ടൈം പോലെയാണ്. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു കുളം പോലെ കുറേ മീനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയാണ്. എല്ലാം കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ്. പുറത്തിറങ്ങിയിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോയതാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സിൻ്റെ 3D കാണാനായിട്ട് നമ്മൾ പോയതാണ്. ഞാൻ ഫസ്റ്റ് ടൈം സയൻറ്റിഫിക് സെൻറ്ററിൽ പോയപ്പോൾ നമുക്ക് 3D കിട്ടിയത് അന്ന് അണ്ടർ വാട്ടർ ആയിരുന്നു. അത് നല്ല ഭംഗിയായിരുന്നു കാണാൻ. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷേ നമുക്ക് അന്ന് ഇപ്പോൾ കിട്ടിയത് ഡൈനോസറിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു. അതും കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ടീറെക്സ് എന്നായിരുന്നു മൂവിയുടെ പേര്. അറബിയിലായിരുന്നു, ഇംഗ്ലീഷിലും ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് അറബായിരുന്നു. അതിനുശേഷം നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഈ ഒരു വെയിറ്റ് ലിഫ്റ്റിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അങ്ങനെ അത് ചെയ്തു നോക്കി. എല്ലാവരും ചെയ്തു. അങ്ങനെ കാറ് പൊക്കി ഒരുവിധം നമ്മൾ മുകളിലെത്തിച്ചു. പിന്നെ നമ്മളത് കഴിഞ്ഞ് അത് താഴ്ത്തി വിട്ടു. അതിനുശേഷം നമ്മൾ മുഗൾ മഹലിൽ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. ഒരു പ്രോണിൻ്റെ സ്റ്റാർട്ടറാണ് ആദ്യം കൊണ്ടുവച്ചത്. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കഴിക്കുന്നത്. അതിനുശേഷം കടായി ചിക്കൻ, പിന്നെ ചിക്കൻ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നാന്, പിന്നെ മുഗൾ സ്പെഷ്യൽ ഒരു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് സൂപ്പറായിരുന്നു എന്ന് പറയാം. അതിനുശേഷം നമ്മൾ പിന്നെ കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റീസിലേക്കാണ് പോയത്. അതിങ്ങനെ കുറേ സമയം എൻജോയ് ചെയ്തു. അവർക്ക് ഒത്തിരി ഇഷ്ടമായി. ബ്ലോഗ്സ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും കളിച്ചു. നല്ല രസമായിരുന്നു. നമുക്കും അതിൻ്റെ കൂടെ ഇരുന്ന് കളിക്കാൻ തോന്നും. അപ്പം ഞാനും കുറേ നേരം ഇരുന്ന് ഇങ്ങനെയൊക്കെ കളിച്ചു. കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിലൊക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഇതിലൊക്കെ കളിച്ചു. കുറേയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഓരോരുത്തരെ കളിക്കുന്നതൊക്കെ കാണാൻ. അതിനുശേഷം നമ്മൾ അടുത്ത സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ ഇങ്ങനെ ഒരു മിനി കുവൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തതിന് ശേഷം ഒരു ഫിസിക്സ് റിലേറ്റഡ് ഒരു സംഭവത്തിലോട്ടാണ് പോയത്. കുറച്ചൊന്നും മനസ്സിലായില്ല. കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. കുറച്ച് ഓരോരുത്തർ കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു കാണാൻ. അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ ഈ ഒരു ബോൾ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞി ഭയങ്കര കരച്ചിലായിരുന്നു. അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പ്രക്രിയയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്യാനുള്ള സംഭവം സയൻറ്റിഫിക് സെൻറ്ററിലുണ്ട്. അപ്പോൾ പോകാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ സയൻറ്റിഫിക് സെൻറ്ററിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള ജ്യൂസ് ഷോപ്പിൽ വന്നിട്ട് ജ്യൂസൊക്കെ കഴിച്ചു. നമ്മൾ